ഈ വർഷത്തെ പേര് സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ സിനിമകൾ അല്ലെങ്കിൽ സ്ത്രീ സംവിധായകർ ഒക്കെ സ്ത്രീകളെ പറ്റിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പം സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ കൂടിയാണോ അതോ സിനിമാ മേഖലയിലെ സ്ത്രീ? അങ്ങനെയല്ല. സ്ത്രീകളുടെ സംഭാവനകളെ നമ്മൾ മാനിക്കുകയും അതിനെ അടയാളപ്പെടുത്തുകയും ഒക്കെ ഇപ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ വളരെ സമൂഹം തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ചർച്ചയായി മാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊരു പ്രാമുഖ്യം ലോകമെമ്പാടുമുള്ള സിനിമയിൽ അവരുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്, അവരുടെ വലിയ സംഭാവനയുണ്ട്. അതത്രയും വേണ്ടപ്പെട്ട നമ്മളിപ്പോൾ കഴിഞ്ഞ 29 മേളകളിൽ നമ്മളത് അത്ര അങ്ങനെ ആ ഒരു രീതിയിൽ അത് അംഗീകരിക്കപ്പെട്ടുവോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിനൊരു പ്രാമുഖ്യം നമ്മൾ നൽകുന്നു. അത്രയും മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വം ഉണ്ട് എന്നാണോ പറഞ്ഞത്? എങ്ങനെ ഈ മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വം ഉണ്ട്, അതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്കൊന്നും ഇത് പോകണ്ട. ഇതിപ്പോ നമ്മൾ ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുമ്പോൾ ഫെസ്റ്റിവലിന്റെ ഫോക്കസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് മാത്രമല്ല സ്ത്രീകൾ കൂടുതൽ വരാനായിട്ടുള്ള ഒരു സന്ദർഭമായിട്ടും കൂടി കണ്ടൂടെ. അപ്പം ഇങ്ങനെയുള്ള ഒരു പക്ഷേ അവരെ ഇൻസ്പയർ ചെയ്യാവുന്ന സന്ദർഭം കൂടി പലപ്പോഴും സിനിമയിൽ നമ്മൾ മൊത്തത്തിൽ ആലോചിച്ചാൽ പോലും സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. ടെലിവിഷനിൽ കൊണ്ട് പക്ഷേ ഈ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ അവർക്ക് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഒരു അർത്ഥം അവർക്ക് തന്നെ നൽകാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് ലോക സിനിമയിലുള്ള ഒരു വലിയ സ്ത്രീ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് പുരുഷ പ്രാധാന്യം ഒട്ട് കുറയ്ക്കുന്നൊന്നുമില്ല. പുരുഷ സിനിമകളും ഉണ്ട്, പക്ഷെ സ്ത്രീകളുടെ ഒരു കൂടുതൽ സംഭാവനകൾ നമ്മൾ ഈ അവസരത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് ജെൻഡർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ്. ഒരു സ്ത്രീയും പുരുഷനും ഉള്ളത് കൊണ്ടാണ് സിനിമ ഉണ്ടായത്, കഥയുണ്ടായത്, പാട്ടുണ്ടായത്, പെയിന്റിംഗ്, പ്രണയമുണ്ടായത്, നമ്മുടെ എല്ലാ പ്രമേയങ്ങളും അതിനെ രണ്ടുപേരുണ്ട്. അതില്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പലൊരു വ്യക്തത നമുക്ക് ജെൻഡർ അതിൻ്റെ സൃഷ്ടി എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് മനുഷ്യൻ മാത്രമല്ല, മറ്റുള്ള മൃഗങ്ങളിലായാലും മറ്റുള്ള എല്ലാ ജന്തുക്കൾക്കായാലും ഈ ഒരു അർത്ഥമുണ്ട്. ഗവൺമെന്റ് തന്നെ സാംസ്കാരിക വകുപ്പ് ഇപ്പോൾ സമം എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ കുറച്ച് മുമ്പ് നടക്കുകയാണ്. അതിലെല്ലാം നമ്മുടെ ഒരു സ്ത്രീകളുടെ ഒരു സമത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുല്യത എല്ലാ മേഖലയിലും പുരുഷന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് വർക്ക് ചെയ്യാനും ഒക്കെ നമ്മുടെ സ്ത്രീകൾക്ക് ഇത് കഴിയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇന്ന് സമൂഹത്തിൽ ആ ഒരു അംഗീകാരം എത്രത്തോളം കിട്ടുന്നു എന്ന് നമ്മൾ സ്വയം ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് എല്ലാ മേഖലകളിലും. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കഴിഞ്ഞ ചലച്ചിത്ര അക്കാദമി ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സിനിമയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ചും സാങ്കേതിക മേഖലയിൽ മറ്റ് ഭാഷകളിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ സാങ്കേതിക മേഖലയിൽ ധാരാളം സ്ത്രീ സാന്നിധ്യമുണ്ട്. പക്ഷെ മലയാള സിനിമയിൽ വളരെ അത്ഭുതകരമാണ്, ഇത്രയേറെ സാധ്യതയുള്ള ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മേഖലയിൽ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ വലിയ സാന്നിധ്യമുള്ളപ്പോൾ എന്തുകൊണ്ട് മലയാള സിനിമയുടെ ഈ ഒരു സാങ്കേതിക മേഖലയിൽ വളരെ കുറച്ച് സ്ത്രീ സാന്നിധ്യമുണ്ട്? അപ്പോൾ ആ ഒരു പോരായ്മ പരിഹരിക്കുകയും സിനിമ തന്നെ ഒരു സ്ത്രീ സൗഹൃദ ഇടമാക്കി തൊഴിലിടമാക്കി മാറ്റുക. അപ്പോൾ അതിലൂടെ കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ പല സ്ത്രീകളിൽ നിന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളും ഒക്കെ അവിടെ തന്നെ പലതും അഡ്രസ് ചെയ്യപ്പെടാനും ഇത്തരമൊരു ഒരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വലിയ ഒരു സാധ്യതകൾ അത്തരം ഇത് കണ്ടുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് ചലച്ചിത്ര അക്കാദമി ഇങ്ങനെ ഒരു തൊഴിൽ പരിശീലന സാങ്കേതിക മേഖലയിൽ അതിപ്പോൾ ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പുകളും അതെല്ലാം കൂടെ ആയിട്ട് 3 ദിവസം അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു പരിശീലനം ഇപ്പം നടത്തി കഴിഞ്ഞു. ഒപ്പം ഒരു 40ഓളം പേര് നമ്മളതിനകത്ത് വന്നു. അതിൽ കുറേ പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് തുടർ പരിശീലനങ്ങൾ നൽകി സിനിമയുടെ പല മേഖലകളിലും അവർക്ക് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരെ നമ്മൾ നിർമ്മാതാക്കളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ചില പ്രോജക്റ്റുകളിൽ തൊഴിൽ അവസരം കൂടി നമ്മൾ ഉറപ്പാക്കുകയും അതുപോലെ KSFDCയുടെ ചില സിനിമാ പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരമൊക്കെ ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, നടന്നു വരികയാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. അത് വലിയ ഇതില്ലല്ലോ, വലിയ പോപ്പുലറോ അത് വലിയ സബ്സ്ക്രിപ്ഷൻസോ ഒന്നും. അത് ഇപ്പം നല്ല സിനിമ തിയേറ്ററിലേക്ക് എത്തിയാൽ ആകെ ഞങ്ങൾക്ക് കിട്ടുന്ന 7 പേരാണ്. ഈ ഒരു തിയേറ്ററിൽ ആദ്യം പോപ്പുലർ സിനിമയ്ക്ക്
ആൾക്കാരുണ്ടാവും, അത് ഒരു മാർക്കറ്റ് ചെയ്ത വിധങ്ങളും ഉണ്ടാവും. ഇപ്പം കൾച്ചറൽ ഇഷ്യൂസ് നമ്മൾ കൺസീവ് ചെയ്യുക, അതായത് പോപ്പുലർ കണ്ടൻറ്റുകൾ അല്ലാതെ നല്ല സിനിമകളെ കണ്ടുപിടിച്ച് നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് സർക്കാർ എടുത്തു പോയിട്ട്. അതൊരു കൾച്ചറൽ വാല്യുവേഷനാണ്. അപ്പം അതും കൂടി മറന്നു പോയാലുണ്ടാകുന്ന ഒരു വാക്യൂം ഒന്ന് ആലോചിച്ച് നോക്കി. അത് മറന്നു പോയാൽ ഉണ്ടാവാവുന്ന ഭവിഷ്യത്തുകൾ പലതും ഇല്ലേ. പോപ്പുലർ ആവുക എന്ന് പോപ്പുലർ ഏറ്റവും നന്നായി ഓടിയ ഒരു പടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഒരു പടം ആണ് ഏറ്റവും നല്ല പടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആ പടങ്ങൾ ഒരുപക്ഷെ സ്ട്രഗിൾ ചെയ്തുണ്ടാക്കുന്ന ഒരു പലരെയും കാണാം. അപ്പം അത് കാണാൻ വിധിക്കപ്പെടുന്ന വ്യക്തികൾ നമ്മൾ തന്നെ സ്വയം അത് ഒരുപക്ഷെ പ്രൊമോഷൻ പല കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പം ഡാൻസായാലും കഥകളിയാണെങ്കിലും എത്ര വർഷത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ആർട്ട് ഫോം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ആർട്ട് ഫോം കണ്ടൻറ്റുകൾ കൾച്ചറൽ പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നതിന് കുറച്ചുകൂടെ സമയം വേണ്ടി വരും. വളരെ പെട്ടെന്ന് ഇപ്പം നമുക്ക് വേറൊന്നുമായിട്ട് അവർ മിസ് ചെയ്ത ഏരിയകളാണ് നമ്മൾ കേട്ടിട്ടേക്കുന്നത്. അവരൊരു ഭേദപ്പെട്ട സിനിമ, ഇത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമ അവിടെ കൊണ്ടുവന്ന് ചെല്ലുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്നത് സിനിമാ തിയേറ്ററിൽ എത്ര ദിവസം ഓടി എന്നാണ്. ആ ഓടിയ പടത്തിനോ അല്ലെങ്കിൽ പോപ്പുലർ സ്റ്റാർസിൻ്റെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന പടങ്ങൾക്കല്ലേ മറ്റിടത്ത് കിട്ടുന്നത്. അത് കാണാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമുക്കത് റീഡിഫൈൻ ചെയ്യേണ്ട ഒരു സന്ദർഭമായിട്ടാണ് ഈ OTT കണ്ടിട്ടുള്ളത്. കുറെ OTT പിടിക്കാതെ പോയ സിനിമകളുണ്ട് ഇറങ്ങിയത്. അപ്പൊ അതൊക്കെ നമുക്ക് വാങ്ങിച്ച് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് നമ്മളിവിടെ ഒരു ഡയലോഗായിട്ട്, അതായത് ഇപ്പം 250 പടത്തിന് മുകളിൽ സെൻസറി ഇല്ലെങ്കിലും 100 പടത്തിൻ്റെ താഴെയാണ് തിയേറ്ററിലെത്തിയത്. അത് തിരിച്ച് റീഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഈ മാർക്കറ്റിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. നമ്മൾ കൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരുടെ പടങ്ങൾ നമുക്ക് തരികയും ആ പടങ്ങൾ നമ്മൾ ഒരുപക്ഷെ എക്സിബിറ്റേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് തിയേറ്ററിലേക്ക് എത്തുകയും KSFDC തിയേറ്റേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു അന്വേഷണം കൂടി ഈ മാർക്കറ്റിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് കൊടുക്കുന്ന നന്മയുടെ ഒരു ഭാഗമായിട്ട് ഇത് കണ്ടാൽ മതി.